എനിക്ക് അസൗകര്യമുണ്ടാകും എന്ന് ചിന്തിച്ച് അനുസരിക്കാതിരിക്കുന്നത് അപകടമാകുന്നു. പലരും ദൈവത്തെ വിളിക്കുന്നത് തങ്ങൾ ചിന്തിക്കുന്നത് പോലെ സൗകര്യപ്രദമായ ഒരു ജീവിതം ലഭിക്കുവാനായിട്ടാണല്ലോ. എന്നാൽ ലോകത്തിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള സകലരും ഒന്നുകിൽ മുൻപിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നറിയാതെ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായവരോ, മുൻപിൽ തടസ്സങ്ങളുണ്ടെന്നറിഞ്ഞിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ ചാടിപ്പുറപ്പെട്ടവരോ അത്രേ. ആധുനിക മിഷനറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നാം വിളിക്കുന്ന വില്യം കേറി ഭാരതത്തിലേക്ക് വരുവാൻ അദ്ദേഹം തീരുമാനമെടുത്തപ്പോൾ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സകലരും താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതിസന്ധികളെ ഊതി വീർപ്പിച്ച് അവനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അവൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും സഭയും സുഹൃത്തുക്കളും എല്ലാം അവനെതിരായി. എന്നാൽ ഡോക്ടർ കേറി ദൈവശബ്ദം അനുസരിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ ഡോക്ടർ കേറി വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു, ഭാര്യ മാനസിക രോഗിയായി, ഉപജീവന മാർഗത്തിനായി കൂലിവേല എടുക്കേണ്ടി വന്നു. ഭരണാധികാരികളുടെ അമർഷം നേരിട്ടു. എന്നാൽ ഫലമോ? 40ഓളം ഭാഷകളിൽ ദൈവവചനം തർജ്ജിമ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല, ആദ്യത്തെ വർത്തമാനപത്രം, അങ്ങനെ അനേകം കാര്യങ്ങൾക്ക് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. സമൂഹത്തിലെ അനേകം ദുരാചാരങ്ങൾക്ക് അറുതി വരുത്തുവാൻ, ശക്തമായ നിയമം കൊണ്ടുവരുവാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ഇതെല്ലാം സാധിച്ചത് അനുസരിക്കുവാൻ തയ്യാറായതാണ്. തൻ്റെ സഹോദരങ്ങൾ തന്നെ വെറുക്കുന്നു എന്നും അവർ തനിക്ക് ദോഷം ചെയ്യുമെന്നും അറിഞ്ഞിട്ടും തൻ്റെ അപ്പനെ അനുസരിക്കുവാൻ യോസഫ് പൂർണ്ണ മനസ്സോടെ ഇറങ്ങിത്തിരിച്ചത് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കാണുവാൻ പോകുകയാണ്. ഇന്നത്തെ പാഠം വിശദമായി പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇന്നും അനുസരിക്കാത്ത മേഖലകളെ നമുക്കൊന്ന് പരിശോധിക്കണം. തൻ്റെ തീരുമാനം കൊണ്ട് യോസഫിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. എന്നാൽ അതൊക്കെ പിന്നീട് വലിയ അനുഗ്രഹമായി. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ എടുത്താൽ ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെയോ അത് സന്തോഷത്തിനും തലമുറകൾക്ക് അത് അനുഗ്രഹത്തിനും കാരണമാകും. നൂറ്റാണ്ടുകളിലൂടെ അത് അനുഗ്രഹമായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ജീവസന്ദേശത്തിൽ നാം പ്രധാനമായും ചിന്തിക്കുവാൻ പോകുന്ന ഇതാണ്. നമുക്കൊരുമിച്ച് പഠിക്കാം. യാക്കോബിന്റെ സംഭവബഹുലമായ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്നും അതിനേക്കാൾ സംഭവബഹുലമായ മറ്റൊരു ജീവിതത്തിന്റെ ഏടുകളിലേക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രവേശിച്ചത്. അതെ, യോസഫിന്റെ ജീവിതം. അപ്പനും മകനും ആയതിനാൽ യോസഫിനെക്കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബ് തനിയെ വിഷയമാകുമല്ലോ. യാക്കോബിന്റെ ഭവനത്തിലെ അപസ്വരം ആകുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. യോസഫിന്റെ അർദ്ധ സഹോദരന്മാർ യോസഫിനോടുള്ള അസൂയയിൽ കഴിഞ്ഞുകൂടുന്നു. എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ യോസഫിന്റെ സ്വപ്നങ്ങളും അപ്പന്റെ സമ്മാനവുമെല്ലാം ഇതിനിടയിൽ കയറി വരുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ 11 വാക്യം വരെയാണല്ലോ നാം പഠിച്ചത്. ഇന്നിനിയും 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കണം. 12 വാക്യം: അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഈ പറയുന്ന സമയത്ത് യാക്കോബും അവന്റെ കുടുംബവും ഹെബ്രോന് ചുറ്റുമായിരുന്നു പാർത്തിരുന്നത്. അത് യെരുശലേമിൽ നിന്നും 20 പരം മൈൽ തെക്കായിരുന്നു. ശേഖേം അത്രയും ദൂരം യെരുശലേമിന്റെ വടക്കായിരുന്നു. എന്നുവെച്ചാൽ ഈ സഹോദരന്മാർ ആടുകളെ മേയിച്ചിരുന്നത് വീടിന്റെ അടുത്തെങ്ങുമായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 10-60 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു വീട്ടിൽ നിന്നും. അവർ ആ സ്ഥലം മൊത്തം ആടുകളെ മേയ്ക്കുക പതിവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 13 വാക്യത്തിൽ കാണുന്നത്: ഇസ്രായേൽ യോസഫിനോട്, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആടുമേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. യോസഫ് പറഞ്ഞു, അതിനെന്താപ്പാ, ഞാൻ പോകാമല്ലോ. യോസഫിനും സാഹചര്യമെല്ലാം അറിയാം, യാക്കോബിനും അറിയാം. എന്നാൽ
അവൻ്റെ പിതാവിനോട് വളരെ അനുസരണമുള്ളവനായിരുന്നു യോസഫ് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവനും അറിയാമായിരുന്നിരിക്കണം തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് വെറുപ്പാണെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കാം എന്നായിരിക്കും ചിന്തിച്ചത്. അതുമാത്രമല്ല, ബുദ്ധിമുട്ടാണെങ്കിലും അപ്പനെ അനുസരിക്കുവാൻ പൂർണ്ണമായും സമർപ്പിച്ചതായൊരു നല്ല കുട്ടിയായിരുന്നു യോസഫ്. 14 വാക്യത്തിൽ അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്കും സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിലെത്തി. യോസഫ് ഹെബ്രോനിൽ നിന്നും ആ നീണ്ട യാത്ര ചെയ്ത് ശേഖേമിലെത്തി. അവൻ ശേഖേമിലെത്തിയപ്പോൾ അവിടെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുവാൻ തുടങ്ങി. ആ സ്ഥലം വിജനമായിരുന്നു. അവ ഒരു വലിയ കുന്നിൻ പ്രദേശമായിരുന്നു. യോസഫിന് തൻ്റെ സഹോദരന്മാരെ അവിടെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അപ്പൻ പറയുന്നത് അനുസരിക്കണം, അതുകൊണ്ട് പോവുകയാണ് എന്ന് ചിന്തിച്ച് പകുതി മനസ്സോടെ ആയിരുന്നു അവൻ പോയിരുന്നതെങ്കിൽ വേണമെങ്കിൽ അവന് ഇപ്പോൾ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഉപാധി നിരത്തി തിരികെ വരാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. 17 വാക്യത്തിൽ നാം കാണുന്നത്, അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്നവൻ പറഞ്ഞു. ഇത് ആ വഴി വന്നൊരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോദാനിൽ വെച്ച് കണ്ടു. ശേഖേമിൻ്റെ വളരെ വടക്കാണ് ദോദാൻ. എസ്ട്രലോൺ താഴ്വരയുടെ അടുത്തത്രേ ഈ പറഞ്ഞ ദോദാൻ. ഇവിടത്രേ ഈ സഹോദരങ്ങൾ തങ്ങളുടെ ആടുകളെ കൊണ്ടുപോയത്. ഒടുവിലായി യോസഫ് അവരെ കണ്ടെത്തി. അതാ അവർ അവിടെ നിൽക്കുന്നു. വലിയ സന്തോഷമായി കാണുമില്ലേ? 18 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അവർ യോസഫിനെ എത്രമാത്രം വെറുത്തിരുന്നു എന്ന് ഇവിടം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ദൂരത്തു നിന്ന് ഇവരുടെ സഹായത്തിനായി അപ്പൻ പറഞ്ഞയച്ചതായ കാര്യങ്ങളുമായി അവൻ വരികയാണ്. 1-2 ദിവസമായിരിക്കില്ല, പല ദിവസങ്ങൾ യാത്ര ചെയ്തു വരികയാണ്. ഇവിടെ ഇതാ അവർ ഭവനത്തിൽ നിന്നും ഏകദേശം 100 മൈലുകൾക്കപ്പുറമാണ്. ദോദാൻ എന്ന് പറയുമ്പോൾ ഒരു 100 മൈലുകൾക്കപ്പുറമാണ്. അവർ അന്യോന്യം പറയുന്നത്, നമുക്കവനെ കൊന്നുകളയാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. യോസഫിന്റെ അനുഭവങ്ങളിലേക്ക് വിശദമായി നാം കടക്കുന്നതിനു മുൻപായി നിങ്ങളുടെ ശ്രദ്ധയെ യോസഫിന്റെയും യേശുക്രിസ്തുവിന്റെയും സാമ്യങ്ങളിലേക്കൊന്ന് ക്ഷണിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു താരതമ്യപ്പെടുത്തൽ. ഈ സാമ്യങ്ങൾ നിങ്ങൾ മറന്നു കളയരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായി, യോസഫിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം അവിടെ ഇടപെട്ടതാണ്. റാഹേൽ മച്ചിയായിരുന്നല്ലോ. യാക്കോബ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചത് ഒരു അത്ഭുതമായിരുന്നല്ലോ. അവന്റെ ജനനം തീർച്ചയായും അത്ഭുതമായിരുന്നു. രണ്ടാമതായി, യോസഫ് അവന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടിരുന്നു. അതേപോലെ പിതാവായ ദൈവം ക്രിസ്തു യേശുവിനെ സ്നേഹിച്ചിരുന്നത് എത്ര അധികമായിട്ടായിരുന്നു. പിതാവ് തന്നെ പറഞ്ഞല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്. മൂന്നാമതായി, യോസഫിന് ലഭിച്ച നിലയങ്കി മറ്റ് സഹോദരങ്ങളിൽ നിന്നും അവനെ വേർതിരിച്ചു കാണിച്ചു. ക്രിസ്തുവും വേർതിരിക്കപ്പെട്ടവനായിരുന്നു. അതെ, അവൻ പാപികളിൽ നിന്ന് വേർപെട്ടവൻ ആയിരുന്നു. നാലാമതായി, താൻ കണ്ട സ്വപ്നങ്ങളുടെ വെളിച്ചത്തിൽ താൻ തന്റെ സഹോദരന്മാരുടെ മേൽ ഭരണം നടത്തേണ്ടതാകുന്നു എന്ന് യോസഫ് പ്രസ്താവിച്ചു. കർത്താവായ യേശുക്രിസ്തു തന്നെ മശിഹായായി അവതരിപ്പിച്ചു. സഹോദരന്മാർ യോസഫിന്റെ വാർത്ത പരിഹസിച്ച് തള്ളിക്കളഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ പ്രസ്താവനയെയും അവന്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. അവനെ അത് പറഞ്ഞ് അധിക്ഷേപിക്കുവാനായി അവർ ക്രൂശിന്മേൽ കയറ്റി. എന്നിട്ട് ക്രൂശിന്മേൽ എഴുതി വെച്ച വാചകം ഓർക്കുന്നില്ലേ? ഇത് യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന്. അഞ്ചാമതായി, വേറൊരു സാമ്യം. യോസഫ് തന്റെ പിതാവിനാൽ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. യേശുക്രിസ്തുവും തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവനാണ്. അവൻ ഒന്നാമത് ഇസ്രായേലിന്റെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് വന്നത്.
ആറാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാരണവുമില്ലാതെ യോസഫിനെ തൻ്റെ സഹോദരന്മാർ വെറുത്തു. അതെ, കർത്താവായ യേശുവും ഒരു കാരണവുമില്ലാതെ തൻ്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. ഇനി നമുക്ക് നടന്ന സംഭവങ്ങളിലേക്കും കൂടി വരാം. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. എന്നാൽ ആ സമയം അവർ അവനെ കൊല്ലുവാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു. അവൻ ആ നിലയങ്കി, അതെ, ആ ബഹുവിധ വർണ്ണങ്ങളുള്ള ആ അങ്കി ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ ആ പ്രത്യേക സ്ഥാനം കാണിക്കുന്നത് തന്നെയായിരുന്നു. ഇത്തരുണത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, യോസഫ് തൻ്റെ സഹോദരന്മാരെക്കാളൊക്കെ ഇളയവനായിരുന്നു. എന്നിട്ടും അവൻ്റെ സ്ഥാനം അവരെല്ലാവരുടെയും മേലെയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ വെറുപ്പും അസൂയയുമെല്ലാം. അതെ, അവനെ കൊല്ലുവാനുള്ള വാശി. ആദ്യജാതൻ എന്നുള്ള സ്ഥാനം രൂപേന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നിരുന്നാലും ഇവിടെ അവൻ നല്ലൊരു വ്യക്തിയായി കാണപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ പക്വതയോടെ അവൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. രൂബേൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മറ്റുള്ള സഹോദരന്മാർ എല്ലാം കൂടി യോസഫിനെ അന്നേരം തന്നെ കൊന്നുകളഞ്ഞേനെ. രൂബേൻ അങ്ങനെ പറഞ്ഞതിൽ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നത് 22 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും അപ്പൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കണം എന്നവൻ ചിന്തിച്ചു. സഹോദരന്മാർ കാണാതെ യോസഫിനെ രക്ഷിച്ച് വീട്ടിലെത്തിക്കുക. യോസഫ് അവരുടെ അടുത്ത് വന്നതും അവർ ആദ്യം ചെയ്തത് അവൻ്റെ നിലയങ്കി ഊരുകയായിരുന്നു. അത് കാണുന്നത് തന്നെ അവർ കരിശമായിരുന്നു. അവനെ അവരിൽ നിന്ന് വേർതിരിച്ച് കാണിച്ച ആ അങ്കി അവർ വെറുത്തിരുന്നു. എന്നിട്ട് അവനെ അവർ ഒരു പൊട്ടക്കിണറ്റിൽ ഇടുന്നു. തുടർന്ന് അവനെ ഇശ്മായില്യരായ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. എന്തൊരു ക്രൂരതയല്ലേ! സ്വന്തം സഹോദരനോട് അവർ കാണിക്കുന്ന ക്രൂരത. ഇങ്ങനെ വിൽക്കുവാൻ അഭിപ്രായം പറഞ്ഞത് യഹൂദയാണ്. കൊല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? അങ്ങനെ ഒരു അടിമയായി പോയാൽ ആൾ മരിച്ചതിന് തുല്യമാകുമല്ലോ എന്നത്രേ അവർ ചിന്തിച്ചത്. അന്നത്തെ കാലത്തെ അടിമകൾ അങ്ങനെയായിരുന്നു, ജീവനുള്ള ശവശരീരം പോലെ. 28 വാക്യമാണ് ഞാൻ ഇനിയും വായിക്കാൻ പോകുന്നത്. 37-28. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായേല്യർക്കും 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ശെടാ, ഈ മോശ വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ടാണോ ഈ ഭാഗം എഴുതിയത് എന്ന്. നോക്കണേ, എത്ര വലിയൊരു തെറ്റാണ് വരുത്തിയിരിക്കുന്നത്. ആദ്യം അവൻ അവരെ ഇശ്മായേല്യർ എന്ന് വിളിച്ചു, പിന്നെ മിദ്യാന്യർ എന്ന് പറഞ്ഞു, എന്നിട്ട് വീണ്ടും ഇശ്മായേല്യർ എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരാരാണ്? ഈ പറഞ്ഞത് ബൈബിളിലെ ഒരു തെറ്റാണോ? ഇതൊരു തെറ്റായി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന അനേകരുണ്ട്. ചിലർ ദൈവവചനം പഠിക്കുവാനല്ല, എവിടെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കുവാനാണ് തത്രപ്പെടുന്നത്. ഏതായാലും ഇവിടുത്തെ വിഷയം രസകരമായ ഒന്നത്രേ. അതുകൊണ്ട് തന്നെ നാം ഇതൊരൽപ്പം ചിന്തിക്കേണ്ടതുണ്ട്. തിരുവചന രേഖകളുടെ കൃത്യതയെ വിളിച്ചറിയിക്കുന്ന എന്തെങ്കിലും സംഗതിയെ ഒരു തെറ്റായി വ്യാഖ്യാനിക്കുവാനുള്ള പ്രവണത ബൈബിളിനെ വെറുക്കുന്ന വിമർശകർക്കുണ്ടെന്നതാണ് ഈ ഭാഗം വെളിവാക്കുന്നത്. ആരാണ് ഈ ഇശ്മായേല്യർ? നിങ്ങൾക്കറിയാം, അവർ അബ്രഹാമിന്റെ മകനായിരുന്ന ഇശ്മായേലിന്റെ സന്തതികളാണ്. ഇനി ആരാണ് ഈ മിദ്യാന്യർ? അവർ അബ്രഹാമിന്റെ വേറൊരു മകനായിരുന്ന മിദ്യാന്റെ സന്തതികളാണ്. അബ്രഹാമിന് ഹാഗാറിൽ ഉണ്ടായിരുന്ന മകനായിരുന്നു ഇസ്മായേൽ. സാറായുടെ മരണശേഷം അബ്രഹാം വിവാഹം ചെയ്ത കെത്തൂരയിൽ ഉണ്ടായ മകനായിരുന്നു മിദ്യാൻ. അവരെല്ലാം സഹോദരങ്ങളായിരുന്നു. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ കസിൻസ്. ഇവിടെ യോസഫിനെ വിൽക്കുന്ന ഈ കൂട്ടത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു അവരെല്ലാം. ഇവരെല്ലാം ഒരപ്പന്റെ മക്കളായിരുന്നു. കുടുംബയോഗം വിളിച്ചാൽ ഇവരെല്ലാം ഒരുമിച്ച് വരുമായിരുന്നു. ഇത് പറഞ്ഞാൽ ഈ പറയുന്ന സമയത്ത് ആരായിരുന്നു ഒരു ഇസ്രായേല്യനിയും? അവർ 12 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അവിടെ നിൽക്കുന്ന 12 പേർ. അതേസമയം എത്ര ഇശ്മായേല്യർ കാണുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ലോകത്തിൽ മൊത്തം എത്ര ഇശ്മായേല്യർ കാണുമായിരുന്നിരിക്കും? ഇസ്മായേൽ ഇസഹാക്കിനേക്കാൾ മൂത്തതായതിനാൽ ഇശ്മായേല്യർ എന്ന് പറയുന്ന വംശം മൊത്തം ഒരു 100 അതിൽ അല്പം കൂടി കൂടുതലോ കാണും. ഇസ്മായേലിന്റെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും കൂടെ ഒക്കെ ആയെന്നിരിക്കട്ടെ, ഒരു 100 അതിൽ അല്പം കൂടി കൂടുതൽ കാണും.
ഈ പറഞ്ഞ സമയത്ത് എത്ര മിദ്യാന്യർ ഉണ്ടായിരുന്നിരിക്കും? മിദ്യാൻ ഇസഹാക്ക് ജനിച്ചു വളരെ കഴിഞ്ഞാണല്ലോ ജനിച്ചത്. അതുകൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ അധികം പേരൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു 10-20 പേർ കാണും. ഈ പറഞ്ഞതെല്ലാം ചെറിയ 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 കൂട്ടങ്ങളായിരുന്നു. സുരക്ഷയ്ക്കായി അന്നത്തെ കാലത്ത് അവർ ഒന്നിച്ചു ചേർന്ന് കാണും. അതുപോലെ തന്നെ ഒരപ്പൻ്റെ മക്കളായതിനാൽ പൊതുവായ താല്പര്യവും അവർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഒരു കച്ചവട യാത്രയായിരുന്നു അവരുടേത്. ഈജിപ്തിലേക്ക് പോവുകയാണ്, മിസ്രൈമിലേക്ക്. അവർ ബന്ധപ്പെട്ടവരായിരുന്നതിനാൽ അന്യോന്യം മനസ്സിലാക്കുവാനും അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഒന്നിച്ചു ചേർന്നു പോയി, അത്ര തന്നെ. എല്ലാവരും അതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ നിന്നും ശരിയായ പൊരുൾ ലഭിക്കണമെന്നാഗ്രഹിച്ച് അടുത്ത് ചെല്ലുമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നാം ആണ് നല്ല അർത്ഥം നൽകാത്തത്. ബൈബിളിൽ വിപരീതത്വം ഉണ്ടെന്ന് വാദിക്കുന്നവരിൽ ഒട്ടുമുക്കാലും പേരും അജ്ഞതയാണ് വെളിപ്പെടുത്തുന്നത്. മോശയ്ക്ക് സാഹചര്യം മനസ്സിലായി, അതുകൊണ്ട് അവൻ ചുരുക്കത്തിൽ എഴുതി. നാം ചിന്തിക്കുമെങ്കിൽ നമുക്കും മനസ്സിലാകില്ലേ? അങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടത്. നമ്മുടെ താല്പര്യത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം മനസ്സിലാക്കിത്തരും. അതിനായി നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാം, അല്ലാതെ ഇതുപോലെയുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവിശ്വാസത്തിലേക്ക് പോകാതിരിക്കാം. ഏതായാലും അങ്ങനെ യോസഫിനെ ഒരു അടിമയായി വിറ്റു. 29 മുതലുള്ള വാക്യങ്ങളിൽ, രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി. സഹോദരന്മാരുടെ അടുക്കൽ വന്നു, ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. തങ്ങൾ വാസ്തവത്തിൽ എന്താണ് ചെയ്തതെന്ന് സഹോദരന്മാർ രൂബേനോട് പറഞ്ഞോ ഇല്ലയോ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും എന്റെ അഭിപ്രായം അവർ എല്ലാം വിവരിച്ചു പറഞ്ഞു കാണും. അവർ പറഞ്ഞതിനോട് രൂബേൻ യോജിച്ചും കാണും. അവർ ഇങ്ങനെയും കൂടി കൂട്ടിച്ചേർത്ത് കാണും, അഥവാ ഇനിയും ആ കച്ചവടക്കാരുടെ പുറകെ പോകാമെന്ന് വെച്ചാലും ജ്യേഷ്ഠ സഹോദര, പ്രയോജനമില്ല. അവർ ഇപ്പോൾ വളരെ ദൂരത്തിലായി കാണും. അതുകൊണ്ടവർ രൂബേനോട് തങ്ങളോടൊപ്പം ചേർന്ന് അപ്പനോട് പറയേണ്ടതെന്തെന്ന് ആലോചിക്കുവാൻ ആവശ്യപ്പെട്ടു കാണും. 32 വാക്യത്തിൽ നാം കാണുന്നത്, അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല ഒന്നാം തരം കൗശലമില്ലേ? അവർ യോസഫിനെ എങ്ങും കണ്ടില്ല എന്നതുപോലെ അഭിനയിക്കുന്നു. ആ അങ്കി മാത്രം വഴിയിൽ കണ്ടെത്തി എന്നവർ ഇപ്പോൾ അപ്പനോട് പറയുകയാണ്. ആ വെറുക്കപ്പെട്ട അങ്കി അവർ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അവർക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെന്നും അപ്പനത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്ന് അവർ അപ്പനോട് ചോദിക്കുന്നു. എന്തൊരു തന്ത്രം, എന്തൊരു കൗശലം! അതാരുടെ അങ്കിയാണെന്ന് യാക്കോബിനറിയാം. അവൻ സ്വാഭാവികമായ ഒരു നിഗമനത്തിലേക്ക് വരികയാണ്. അല്ല, ആ സഹോദരന്മാർ കണക്കുകൂട്ടിയതും അപ്പൻ അങ്ങനെ ചിന്തിക്കണമെന്നാണല്ലോ. അതെ, ഒരു ദുഷ്ടമൃഗം യോസഫിനെ കടിച്ചു കീറി. അവൻ ഇനിയും ഇല്ല. അവർ ചിന്തിച്ചു, അപ്പൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ അവർ വിജയിച്ചു എന്ന്. 33 വാക്യം, അവൻ അത് തിരിച്ചറിഞ്ഞു. ഇത് എൻ്റെ മകന്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. ഒരല്പം നിന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഒന്നുകൂടി നോക്കണം. അവർ ഒരാടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ അങ്കി മുക്കി പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇതുപോലെ ഒരാടിനെ കൊന്ന് ആരെങ്കിലും തൻ്റെ പിതാവിനെ കബളിപ്പിച്ച സംഭവം ഇതിനു മുൻപ് വായിച്ചിട്ടുള്ളത് ഓർമ്മയിൽ വരുന്നുണ്ടോ? ഉണ്ടല്ലേ? റിബേക്കയും യാക്കോബും കൂടി അന്ന് ഇസഹാക്കിൽ നിന്നും അനുഗ്രഹം വാങ്ങുവാൻ ചെയ്ത പണിയാണത്. അന്നവർ ഒരാടിനെ കൊന്ന് അതിൻ്റെ മാംസം രുചികരമായി പാകം ചെയ്ത് ഇസഹാക്കിന് കൊടുത്തു. കൂടാതെ അതിൻ്റെ തോൽ പുതച്ച് യാക്കോബ് ഇസഹാക്കിനെ കബളിപ്പിച്ചു. താൻ മൂത്ത മകൻ ഏശാവാകുന്നു എന്ന് അവൻ അന്ന് ഇസഹാക്കിനോട് പറഞ്ഞു. ഇപ്പോൾ ഇതാ യോസഫിന്റെ സഹോദരന്മാർ ഒരാടിന്റെ രക്തം ഉപയോഗിച്ച് അവരുടെ പിതാവിനെ വഞ്ചിക്കുന്നു.
ഇത് നമ്മുടെ പണ്ടത്തെ യാക്കോബ് തന്നെയാണ്. അവർ ആ അങ്കി അവൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ചോദിക്കുന്നു, അപ്പാ, ഇത് കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങളിത് ഭാഗ്യത്തിന് ആ കുന്നിൻ പ്രദേശത്ത് കണ്ടെത്തിയതാണ്. ഇത് കണ്ടിട്ട് തോന്നുന്നു ഒരു ദുഷ്ടമൃഗം യോസഫിനെ കീറിക്കളഞ്ഞു എന്ന്. വൃദ്ധനായ യാക്കോബ് തൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിലെത്തി. ശ്രദ്ധിക്കുക, യാക്കോബ് തൻ്റെ പിതാവിനെ വഞ്ചിച്ച അതേ പ്രകാരത്തിൽ യാക്കോബിനെയും വഞ്ചിച്ചു. വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നവർ വിതയ്ക്കുന്നത് പോലെ എന്തെങ്കിലുമല്ല, മറിച്ച് അത് തന്നെ അവന് ലഭിച്ചു. ഇനിയും യാക്കോബിൻ്റെ ഈ വിലാപം ശ്രദ്ധിച്ചാട്ട് 34-35 വാക്യങ്ങളിൽ, യാക്കോബ് വസ്ത്രം കീറി, അരയിൽ രട്ടുശീല ചുറ്റി, ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ചിലർ ചിന്തിക്കുന്നത് യാക്കോബിൻ്റെ ഈ ദുഃഖം വെളിപ്പെടുത്തുന്നത് അവൻ യോസഫിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതത്രേ. അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരപാകതയുമില്ല. യാക്കോബ് യോസഫിനെ ആഴമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ ഈ ദുഃഖം വെളിപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്തെന്നാൽ, വിശ്വാസത്തിൽ നടക്കുവാൻ യാക്കോബ് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നതത്രേ. അവന് പെനിയനിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ആ പഴയ സ്വയത്തിൻ്റെ കാറ്റഴിച്ചു വിടുന്ന ഒരനുഭവമായിരുന്നത് പെനിയേലിൽ. ജഡം അന്നവിടെ തകർന്നു. എന്നാൽ ഇപ്പോഴവൻ വിശ്വാസത്താൽ നടക്കുവാൻ പഠിക്കണം, അല്ലെങ്കിൽ ജീവിതം കൂടുതൽ ദുഷ്കരമാകും. ഇതുവരെ യാക്കോബ് അത് പഠിച്ചില്ല. വാസ്തവം പറഞ്ഞാൽ യാക്കോബിൻ്റെ മരണത്തോടടുത്ത് സംഭവിച്ച കാര്യങ്ങളല്ലാതെ യാക്കോബിൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതൊന്നും അവൻ്റെ ജീവിതത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. ചിലരങ്ങനെയാണ്. അതുകൊണ്ട് എന്താ, ജീവിതം ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ അവനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. യാക്കോബിൻ്റെ ഇവിടുത്തെ ദുഃഖം ദാവീദിനെ പോലെ ഒരാളുടെ ദുഃഖവുമായി ഒന്ന് സാമ്യപ്പെടുത്തിയാലും, തൻ്റെ കുട്ടി മരിച്ചപ്പോൾ ദാവീദും കരഞ്ഞു. 2 ശമൂവേൽ 12 അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമൂവേലിൻ്റെ 2 പുസ്തകം 12 അധ്യായത്തിൻ്റെ 15 മുതൽ. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. യാക്കോബ് യോസഫിനെ സ്നേഹിച്ചതുപോലെ തന്നെ ദാവീദും ആ കുഞ്ഞിനെ സ്നേഹിച്ചു. എന്നാൽ ദാവീദ് ഒരു വിശ്വാസ മനുഷ്യനായിരുന്നു. ആ കുഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരികയില്ലെന്നും താൻ ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുമെന്നും ദാവീദ് അറിഞ്ഞു. എന്തൊരു ഉറച്ച വിശ്വാസം! എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ച ദുഃഖത്തിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ. എത്ര ശ്രമിച്ചിട്ടും ആ അവസ്ഥയിൽ നിന്നും കരകയറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലായിരിക്കും. അത് മറക്കുവാൻ ശ്രമിച്ചിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നു. നിങ്ങളുടെ അവസ്ഥയെ വേണ്ടവണ്ണം മനസ്സിലാക്കിയ ഒരു സഹോദരൻ എന്നതുപോലെ വളരെ ആർദ്രതയോടെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, കുറ്റപ്പെടുത്തുകയല്ല, വളരെ ആർദ്രതയോടെ ഞാൻ പറയുന്നത്, വിശ്വാസത്തിൽ നടക്കുവാൻ അഭ്യസിക്കൂ എന്നാണ്. അന്തമില്ലാത്ത ദുഃഖത്തിലൂടെ പോകുന്നതിനാലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് ഗ്രഹിക്കുന്നതിനാലും നിങ്ങൾ വിശ്വാസം പ്രകടമാക്കുവാൻ ആരംഭിക്കും. ദുഃഖിക്കുന്നത് ഗുണമൊന്നും ഉണ്ടാകില്ല, ദോഷം മാത്രമേ വരൂ. നിങ്ങളൊരു ദൈവപൈതലാണെങ്കിലും, മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ദൈവപൈതലാണെങ്കിലും, ഒരിക്കലും വേർപെടാത്തതുപോലെ തമ്മിൽ ചേരുന്ന ഒരു സമയം സമാഗതമാകുന്നു. യോസഫ് മിസ്രൈമിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് 37 അധ്യായം അവസാനിക്കുന്നത്. 36 വാക്യത്തിൽ, എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫറിന് വിറ്റു. എന്തൊരു സംഭവങ്ങളില്ലേ! എത്ര വലിയ പാഠങ്ങളാണ് ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോസഫിൻ്റെ ജീവിതത്തിലെ അതിമഹത്തായ അനുഭവങ്ങൾ വേദനാജനകമായിരുന്നിട്ടും
അത് ഫലമുള്ള അനുഭവങ്ങളാക്കി ദൈവം തീർത്തത് നാം കാണുകയുണ്ടായി. ഇനിയും വളരെയേറെ പഠിക്കുവാനായിട്ടുണ്ട്. അത് വായിക്കുകയും തയ്യാറെടുപ്പോടെ ഓരോ ക്ലാസ്സിൽ സംബന്ധിക്കുകയും ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിതത്തിൽ പലപ്പോഴും ശരി എന്ത് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഞങ്ങൾ അതിൻ്റെ പിൻപിൽ ഉള്ള പ്രതിസന്ധികളെ കണ്ട് ശരി ചെയ്യാതെ തെറ്റിലേക്ക് പോകുന്ന പതിവുണ്ട്. യോസഫിൻ്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ കണ്ട ഈ വലിയ മാതൃക ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവാണല്ലോ. അതിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് തന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി ഓരോരുത്തരെ നീ ആശീർവദിക്കണമേ. ദൈവകൃപകളെ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ വചനം പഠിക്കുവാൻ നിങ്ങൾ തയ്യാറായി വന്നതിന് വളരെ നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ.